എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷമായിട്ടിരിക്കണോ അല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഈ യൂട്യൂബറിൻ്റെ മുറ്റമൊന്നും അടിയും വാരും ഇല്ലേന്ന് ആരും ചിന്തിക്കരുതേ. ഞാൻ ഈ മുറ്റത്തിന് മുകളിൽ നിന്ന് അടിച്ച് താഴേക്ക് ഇട്ടിട്ട് അത് വാരിയെടുക്കണേ കേട്ടോ. നമ്മുടെ പറമ്പിൽ, നമ്മുടെ ഈ മുറ്റത്തിന് മുകളിൽ കൊക്കോയും ഇതാ കണ്ടോ നിൽക്കണ കാണാം, കൊക്കോയും കാപ്പിയാട്ടോ നിൽക്കണത്. അപ്പോൾ അത് കണ്ടിന്യൂസ് ഇങ്ങനെ ചാടിക്കൊണ്ട്, ഇപ്പം മരങ്ങളെല്ലാം ഇല പൊഴിയണ സമയമല്ലേ, വേനലാകുമ്പോഴത്തേക്കും ഒരു കാറ്റ് വീശുമ്പോഴത്തേക്കും ഫുള്ള് ചാടും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മേളിൽ നിന്ന് അടിച്ചിടും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മുറ്റടിച്ചിട്ട് മാറുമ്പോഴത്തേക്കും വീണ്ടും അത് താഴേക്ക് തന്നെ ചാടി വരും. അപ്പം മേളിൽ നിന്നുള്ളത് ഫുള്ളങ്ങ് അടിച്ചിട്ടിട്ട് ഇതടിച്ച് വാരി അങ്ങ് കളയുവാണെങ്കിൽ ഒത്തിരി ഒരു ആശ്വാസം കിട്ടുമല്ലോ. രണ്ട് ദിവസത്തേക്കേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എന്ന് മുറ്റടിച്ചിട്ട് മാറും, അന്ന് ഒത്തിരി നേരം കഴിയുമ്പോഴത്തേക്കും ഈ മേളിലുള്ളതൊക്കെ താഴ്ചാടും. അപ്പോൾ ആരെങ്കിലും കാണാനിടയായാൽ ഇവിടെ അടിയും വാരൊന്നും ഇല്ല, ആ നടുക്ക് മാത്രം ഒന്നും അടിക്കുകയുള്ളൂ എന്ന് നമ്മളാണെങ്കിലും കരുതൂല്ലേ, സ്വാഭാവികം. പിന്നെ അങ്ങനെ കിടക്കണ കാണുമ്പോൾ നമുക്കും ഒരു ഇറിറ്റേഷൻ, നമ്മൾ അടിക്കുകയും ചെയ്തു എന്നിട്ട് അടിക്കാത്ത പോലെ കിടക്കുമ്പോൾ നമുക്കും ഒരു വിഷമമല്ലേ. ഇന്ന് വലിയ കാര്യമായിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഒരു സാഡ് ന്യൂസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ LP UP പഠിച്ച ഞങ്ങളുടെ ഒരു ഫ്രണ്ട് മരണപ്പെട്ടു കേട്ടോ. അപ്പോൾ അവൾക്ക് അസുഖമായിട്ട് കിടപ്പായിരുന്നു, 2 കിഡ്നി ഫെയിലിയർ ആയിരുന്നു, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ആഴ്ചയിൽ. അപ്പം ഞാൻ കൂടുതൽ ഡീറ്റെയിൽസൊന്നും പറയണില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷമവും കാര്യങ്ങളും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തിനെ പോലെ നടന്നതായിരുന്നു കേട്ടോ. പറ്റുന്നവർ ഒന്ന് പ്രാർത്ഥനയിൽ അവളെയും കൂടി ഓർക്കണേ. അടുത്തത് പൊന്നൂസ് നിൽക്കണുണ്ടോ, ഞാൻ മേളിലേക്ക് കയറി അവിടെയും കൊക്കോയൊക്കെ നിൽക്കണുണ്ടോ, അവിടെയും ഫുൾ കരിയിലായിരുന്നേ. നമ്മുടെ പയറും കാര്യങ്ങളും പാവലും ഒക്കെ നട്ടേ പിന്നെ അവിടെയും അടിക്കാൻ പറ്റില്ലായിരുന്നു, ചേമ്പൊക്കെ നിറഞ്ഞ് നിൽക്കുമായിരുന്നു. ഇപ്പോൾ ചേമ്പിൻ്റെയൊക്കെ തണ്ട് പഴുത്തു തുടങ്ങി. അന്നേരം ചേമ്പൊക്കെ ഒന്ന് ഒരുമാതിരി ഒതുങ്ങി. അപ്പം അങ്ങോട്ടൊക്കെ ഞാൻ എന്താ കണ്ടോ കരിയിലൊക്കെ ഒന്ന് അടിച്ച് ഒതുക്കി വെക്കണേ കേട്ടോ. അല്ലെങ്കിൽ ഫുള്ളിങ്ങനെ കരിയില കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ ഒന്നും ആൾതാമസം ഉള്ളതല്ലേന്ന് പോലും നമുക്ക് തോന്നിപ്പോവില്ലേ. ഇനി എൻ്റെ കമ്പ് പറിക്കലാട്ടോ. ഞാൻ കമ്പ് നാട്ടിൽ കാണിച്ചായിരുന്നു, അത് നല്ല ഇതായിട്ട് കയറിപ്പോയായിരുന്നു കേട്ടോ. ഇത് കമ്പ് പറിക്കലാണിത്. നമ്മുടെ പയറും പാവലും എല്ലാം പോയി, ഉണങ്ങി എല്ലാം തീർന്നു. ഉണങ്ങിയല്ല, അത്യാവശ്യം കായ്ക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് നാൾ പയർ കായ്ക്കുമ്പോഴത്തേക്കും പിന്നെ ഓരോ ഈച്ചയായി പ്രാണിയായി പുഴുവായി അങ്ങനെ തീരുമല്ലോ. അതുപോലെ തന്നെ പാവലും അങ്ങനെ എല്ലാം തീർന്നു. അപ്പോൾ അതെല്ലാം അത് ഇവിടെ ഒരു കൂടാരം പോലെ ഇരിക്കാണ്ട് അതൊന്ന് വലിച്ചു മാറ്റി ഒതുക്കി വെക്കാൻ വേണ്ടി കേട്ടോ. ഒന്ന് നീറ്റായിട്ട് അവിടെ കിടന്നോളൂല്ലോ. ഇപ്പോൾ എല്ലാം ഉണങ്ങി, തണ്ടെല്ലാം ഉണങ്ങി. ഞാൻ ആ കാപ്പിയുടെ കമ്പ് വെച്ചതെല്ലാം ഒരുമാതിരി ഇങ്ങനെ കൂടാരം പോലെ ഇരിക്കുവാണ്. അപ്പോൾ അതേ പൊന്നൂസ് അന്നേരത്തേക്കും പടച്ച് കയറണുണ്ടോ. പൊന്നൂസിനോട് ഞാൻ താഴെ നിൽക്കാൻ പറഞ്ഞിട്ട് പൊന്നൂസ് എന്ത് ചെയ്താൽ നിൽക്കാണ്ട് കയറി വന്നെ കേട്ടോ. എൻ്റെ പോക്ക് കണ്ടപ്പോൾ ഒറ്റയടിക്ക് പറിച്ചിട്ട് കയറി വരാമെന്നുള്ള രീതിക്കാട്ടോ ഞാൻ പോയത്. പക്ഷേ അവിടെ ഒരു ബൊഗൈൻവില്ലയുടെ തണ്ട് നിൽക്കണ്ടായിരുന്നു, പൊങ്ങി നിൽക്കണ്ടായിരുന്നു. അതൊന്നും കണ്ടില്ല ഇതിനിടയ്ക്ക് കേട്ടോ. അപ്പോൾ അതെന്നെ പിടിച്ച് നിർത്തി ഒന്ന് നന്നായിട്ടൊന്ന് കയ്യിൽ കുത്തി കയറി കേട്ടോ. പിന്നെയാണെങ്കിൽ ഞാൻ ഈ ചീമക്കൊന്നയൊക്കെ നന്നായിട്ട് കയറി വരാൻ വേണ്ടി, അടിയിൽ നിന്ന് കയറി വരാൻ വേണ്ടി കുത്തിയത് അതൊക്കെ നന്നായിട്ട് വേറെ ഇറങ്ങിയായിരുന്നു മണ്ണിലേക്ക്. അപ്പോൾ അതൊക്കെ പറിക്കാൻ ഇത്തിരി പാടൊക്കെ പെട്ടു കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. അതുപോലെ ഇനിയുള്ള വീഡിയോസും കാണണം. അപ്പോൾ കാണാത്ത ഏതെങ്കിലും വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണണം, സമയം പോലെ കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ഒന്ന് ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ ഇടണേന് അല്ലേ. എന്ത് വിശുക്കാന്നറിയോ ആ കാര്യത്തിൽ. നിങ്ങൾക്ക് എന്താ തോന്നണേന്ന് വെച്ചാൽ ഒന്ന് ഇടുവാണെങ്കിൽ നമുക്കൊരു സന്തോഷമാവില്ലേ. അപ്പോൾ അതിന് വേണ്ടി കേട്ടോ. ഞാൻ അതേ നിന്നൊരു ചെറിയ പാവയ്ക്ക് എനിക്ക് കിട്ടിയായിരുന്നേ, അത് ഞാൻ പൊന്നൂസിനെ ഇട്ട് കൊടുക്കണേ. ഞാനിപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഷോർട്ടിലൂടെയാണ് കയറി വന്നത്. 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഷോർട്ട് തന്നെ ഇട്ടാട്ടോ ആയത്. അപ്പോൾ അത് കഴിഞ്ഞാണ് ഞാൻ വലിയ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ ഒന്ന് നമ്മുടെ ഷോർട്ട് പെട്ടെന്നൊരു മ്യൂട്ട് ആയിപ്പോയായിരുന്നു. ഇതാ ഇപ്പോൾ വീണ്ടും വിഷയമില്ലാണ്ടായി. അപ്പോൾ എല്ലാവരും ഒന്ന് ഷോർട്ടും കൂടെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലായി, ഏതാണ്ട് കാട് ഇളകി വന്ന പോലെ ഉണ്ടല്ലോ ഏകദേശം. നേരം കുത്താൻ എളുപ്പമായതുകൊണ്ട് കാപ്പിയുടെ കൊമ്പ് കുത്തി കൊടുത്തേ. ഇപ്പോൾ പറിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇത് പറിച്ച ഒരു സൈഡിലേക്ക് കുത്താം, ഇത് കുന്തം പോലെ ഇങ്ങനെ കുത്തി നിൽക്കുകയുള്ളേ.
അപ്പോൾ അത് ഞാൻ അത് കത്തിക്കാൻ പറ്റിയത് അടുപ്പിൽ വെച്ച് കത്തിക്കാൻ വിറകിനെടുക്കാൻ പറ്റിയത് അങ്ങ് മുറ്റത്തേക്ക് ഇട്ട് പിന്നെ നമുക്ക് ഒടിച്ചു കൊണ്ടുപോയി അടുപ്പിൻ്റെ ചോട്ടിലിടാമല്ലോ. അല്ലാണ്ട് ഈ പറമ്പിൽ ഇങ്ങനെ കിടന്നാൽ വീണ്ടും അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ലാണ്ട് വീണ്ടും ഒരു ശല്യമാവുമല്ലോ. അന്ന് കമ്പ് നാട്ടിൽ വലിയ കുഴപ്പമില്ലാത്ത പരിപാടിയായിരുന്നു കേട്ടോ, എളുപ്പമായിരുന്നതാ. ഇന്ന് കമ്പ് വരൽ ഭയങ്കര ചടങ്ങാട്ടോ. അപ്പോൾ ഈ പയറിൻ്റെ വള്ളിയൊക്കെ നമ്മുടെ ആ വലിയ റെഡ് പൂവുള്ള ചെടിയിലൊക്കെ ചുറ്റി പിടഞ്ഞ് കിടക്കുമായിരുന്നു. ഞാൻ വലിച്ചാൽ എന്ത് ചെയ്ത് വരുമോ, ഞാൻ പിന്നെ ഒരു വാക്കത്തിയൊക്കെ എടുത്തുകൊണ്ട് പോയി അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ പയറിൻ്റെ തണ്ടൊക്കെ വെട്ടി മാറ്റി, അല്ലെങ്കിൽ നമ്മുടെ ചെടിയോട് കൂടി ഓടിയും. അപ്പോൾ അങ്ങനെ ഞാൻ ആ വശം ഒന്ന് ഏകദേശം ഒന്ന് ഒതുക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ കൊന്നയുടെ കമ്പൊക്കെ ആ സൈഡിലേക്ക് തന്നെയാണ് കേട്ടോ പെറുക്കി ഒതുക്കി വെച്ചത്. എന്താണെന്ന് വെച്ചാൽ കൊന്നയുടെ കമ്പും കൊണ്ട് കത്തിച്ചാൽ ചൂടും ഇല്ലല്ലോ. അപ്പോൾ അതൊരു ബൊഗെയിൻ വെല്ലയിലായിരുന്നു വരുന്നത്. അതിൽ പൂവുള്ളതുകൊണ്ട് എനിക്ക് ആദ്യം വെട്ടിക്കളയാൻ മടി തോന്നിട്ടോ. പിന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ അത് വെട്ടിയാൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞു കേട്ടോ. ഞാൻ ആ കൊക്കോയുടെ ചോടൊക്കെ അടിച്ച് തെളിച്ചപ്പോഴത്തേക്കും നമ്മുടെ പൊന്നൂസ് പതിയെ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് കയറാനൊക്കെ പേടിയായിരുന്നു. ചേമ്പ് ഫുള്ള് ഇങ്ങനെ തിങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ ചേമ്പിൻ്റെ തണ്ടൊക്കെ പോയപ്പോൾ നമ്മുടെ കരിയിലാണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് ഒതുക്കി മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ അവിടെ കുറേ സ്പേസ് ആയിട്ടോ. ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ.